എല്ലാവർക്കും ECET സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ PYQ സെക്ഷനിൽ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 97/2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിരിച്ചെഴുതുക. വെൺ തിങ്കൾ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരിക? വെൺ തിങ്കൾ പിരിച്ചെഴുതുമ്പോൾ വെൾ പ്ലസ് തിങ്കൾ, അതാണ് വെൺ തിങ്കൾ. വെൾ, വെണ്ണല്ല, വെൾ, വെൾ പ്ലസ് തിങ്കളാണ് വെൺ തിങ്കൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആദേശസന്ധിക്ക് ഉദാഹരണം. ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാ നോക്കാം. തീക്കാറ്റ്, തിരുവാതിര, തണുപ്പുണ്ട്, വിണ്ടലം. ഇതിൽ ഏതാണ് ആദേശസന്ധിക്ക് ഉദാഹരണം വരുന്നത്? വിണ്ടലം. വിണ്ടലം. തീക്കാറ്റ് എന്നുള്ള നോക്കാം. തീ പ്ലസ് കാറ്റ്, അത് ഏത് സന്ധി വരുന്നത്? ക ഇരട്ടിക്കും. തീക്കാറ്റ് എന്ന് പറയുമ്പോൾ ക ഇരട്ടിക്കും, അപ്പോഴത് ദ്വിത്വ സന്ധിയാണ്. ഇനി തിരുവാതിര, തിരുവാതിര എന്നുള്ളത് തിരു പ്ലസ് ആതിര, തിരു പ്ലസ് ആതിര, അതിൽ വ വരുന്നത് കാരണം അത് ആഗമസന്ധിയാണ്. സന്ധി എന്നിട്ടൊരു ക്ലാസ്സിനെ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. തിരു പ്ലസ് ആതിരയാണ് തിരുവാതിര, അതിൽ വ ആഗമിക്കുന്ന കാരണം അത് ആഗമസന്ധിയാണ്. നെക്സ്റ്റ് ആണ് തണുപ്പുണ്ട്, അത് വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ വരാം? തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പുണ്ട്, അത് ലോപസന്ധി. ചന്ദ്രകല ലോപിച്ചു പോകുന്ന കാരണം ലോപസന്ധി. തണുപ്പുണ്ട് എന്നുള്ളത് വിഗ്രഹിക്കുമ്പോൾ തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പുണ്ട്, ലോപസന്ധിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തദ്ധിതത്തിന് ഉദാഹരണം ഏതാണെന്ന്. ആൺമ, പെൺമ, വെൺമ, തിന്മ. ഇതിൽ ഏതാണ് തദ്ധിതത്തിന് എക്സാമ്പിൾ വരുന്നത്? വെണ്മ കേട്ടോ. വെണ്മയാണ് തദ്ധിതത്തിന് എക്സാമ്പിൾ വരുന്നത്. വിപരീത പദം എഴുതുക. അഗ്രജന്റെ വിപരീതം എന്താണ്? അഗ്രജൻ വിപരീതമാണ് അവരജൻ. അഗ്രജന വിപരീത അവരജൻ. ജലത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏതാണെന്ന്. അമൃതം, സലിലം, വാരി, നളിനം. ഇതിൽ ഏതാ ആൻസർ വരുന്നത്? നളിനം കേട്ടോ. നളിനമാണ് ആൻസർ വരുന്നത്. അമൃതം, സലിലം, വാരി ഇതെല്ലാം എന്താണ്? നദിയാണ്. അമൃതം നദിയല്ല, സോറി, ജലമാണ്. അമൃതം, സലിലം, വാരി ഇതൊക്കെ എന്താണ്? ജലമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആനച്ചന്ത എന്ന ശൈലിയുടെ ആശയം എന്താ? ആനച്ചന്ത എന്ന ശൈലിയുടെ ആശയമാണ് ആകപ്പാടെയുള്ള ഭംഗി. ആകപ്പാടെയുള്ള ഭംഗിയാണ് ആനച്ചന്തം. ആകപ്പാടെയുള്ള ഭംഗിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിന് ശരിയായ പദം എടുത്തെഴുതുക. ചൂടാമണി, ചൂടാമണി, ചൂടാമണി. ഇതിലേതാണ്? കെട്ടില്ലാത്ത ഡായാണ് ചൂടാമണി. കെട്ടില്ലാത്ത ഡായാണ് ചൂടാമണിയാണ്. താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ. ഫ്യൂവൽ ടു ദ ഫയർ, എരിതീയിലെ എണ്ണ ഒഴിക്കുക. എരിതീയിലെ എണ്ണ ഒഴിക്കുക. ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ എന്നുള്ളത് എരിതീയിലെ എണ്ണ ഒഴിക്കുക. കവിയുടെ സ്ത്രീലിംഗ പദം ഏതാ? കവിയുടെ സ്ത്രീലിംഗമാണ് കവയിത്രി. കവി, കവയിത്രി. ഇനി ഒറ്റപ്പദമാക്കുക. വർഷം തോറും എന്നുള്ളതിന്റെ ഒറ്റപ്പദം എന്താണ്? പ്രതിവർഷം. വർഷം തോറും എന്നുള്ളതിന്റെ ഒറ്റപ്പദം എന്താണ്? പ്രതിവർഷം. വർഷം തോറും, പ്രതിവർഷം. കവിയുടെ സ്ത്രീലിംഗാണ് കവയിത്രി. കവി, കവയിത്രി. ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ എന്നുള്ളത് എരിതീയിലെ എണ്ണ